ഇന്ന് രാജ്യത്ത് ഉടനീളം മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തുടരുന്ന സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഭീഷണികൾ എല്ലാം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കുന്നത്. ഇതിനു മുന്നേ 1971 അതായത് 54 വർഷം മുൻപാണ് മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിച്ചത്. അതിനുശേഷം ആ വർഷം തന്നെ ഇന്ത്യയും പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായി എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ ഇപ്പോൾ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് 224 ഡിഫൻസ് ജില്ലകളിലായിട്ടാണ് ഇന്ത്യയിലൊട്ടാകെ മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും എറണാകുളം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലുമാണ് ഇപ്പോൾ മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വ്യക്തമായൊരു കണക്കോട് കൂടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പരിശോധിക്കുമ്പോഴത്തേക്കും ഇന്ത്യയിലെ 244 സിവിൽ ഡിഫൻസ് ജില്ലകളെയാണ് മോക്ക് ഡ്രില്ലിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സിവിൽ ഡിഫൻസ് ജില്ലകളുടെ സെലക്ഷന് ചില മാനദണ്ഡങ്ങളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് വച്ചിട്ടുണ്ട്. പാകിസ്ഥാനുമായി രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു ആൻഡ് കശ്മീർ എന്നിവിടങ്ങളിലെ ജില്ലകൾ ഇത് പ്രകാരം ഈ ലിസ്റ്റിൽ ഉൾപ്പെടും. പ്രതിരോധ സ്ഥാപനങ്ങൾ, പവർ ഗ്രിഡുകൾ, റിഫൈനറികൾ, തുറമുഖങ്ങൾ, ആശയവിനിമയ ശൃംഖലകൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളും ഇന്ന് നടക്കുന്ന മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമാകും. ജനസാന്ദ്രതയും സിവിൽ ഡിഫൻസ് ജില്ലകളെ സെലക്ഷൻ ചെയ്യുന്നതിൽ നിർണായകമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വലിയ നഗര ശത്രുക്കൾ ലക്ഷ്യം വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം ജില്ലകളിലും മോക്ക് ഡ്രിൽ നടക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിലും മുംബൈയിലും ടയർ 1 സിറ്റീസ് ആയിട്ടാണ് അവർ കേന്ദ്രം തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെയും മോക്ക് ഡ്രിൽ നടക്കും. മാത്രമല്ല, കടൽ വഴി ശത്രുവിൻ്റെ ഭീഷണി നേരിട്ടേക്കാവുന്ന തീരദേശ ജില്ലകൾ 4 മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമാകും. മാത്രമല്ല, ഈ ഒരു മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ ഒരുപാട് സംശയം വരുന്നുണ്ട്. മാത്രമല്ല, 1971 ഇതിന് മുൻപ് മോക്ക് ഡ്രിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അറിയത്തില്ല. മോക്ക് ഡ്രിൽ എന്ന് പറയുമ്പോഴത്തേക്കും യുദ്ധത്തിന് മുന്നോടിയായി മാത്രമല്ല, തീപിടുത്തങ്ങൾ, ഭൂകമ്പങ്ങൾ, മെഡിക്കൽ അടിയന്തരാവസ്ഥകൾ തുടങ്ങിയ ഭീകരാക്രമണങ്ങൾ വരെ സംഭവിക്കുമ്പോൾ പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട നടപടികൾ എന്താണ് സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ എന്നിവയാണ് മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. മാത്രമല്ല, സംസ്ഥാനങ്ങളിലെ സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ വിലയിരുത്താനും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായിട്ടാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. സിവിൽ ഡിഫൻസ് സംവിധാനങ്ങളായിട്ടുള്ള പോലീസ് സേനാംഗങ്ങൾ, പാരാമിലിറ്ററി അംഗങ്ങൾ, അഗ്നിരക്ഷാ സേനാംഗങ്ങൾ, ഹോം ഗാർഡുകൾ, NCC കേഡറ്റുകൾ, NSS വോളണ്ടിയർമാർ, ആംബുലൻസ്, ആശുപത്രികൾ, വിദ്യാർത്ഥികൾ എന്നിവർ മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമാകും. മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് 244 ജില്ലകളിലാണ് മോക്ക് ഡ്രിൽ നടത്താൻ പോകുന്നത്. മാത്രമല്ല, റിപ്പോർട്ടിൽ പ്രകാരം ഈ ജില്ലകളിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിൽ 100 ഇടങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ട ഇടങ്ങളാണെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, വ്യോമാക്രമണം നടക്കുകയാണെങ്കിൽ, എയർ അറ്റാക്ക് നടക്കുകയാണെങ്കിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നും മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ നിലവിലെ സ്ഥിതി വിലയിരുത്തുക എന്നും മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമാണ്. എയർ റെയ്ഡ് വാണിംഗ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. എയർ അറ്റാക്ക് വളരെ സുപ്രധാനമാണ്. അതിൻ്റെ കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ മോക്ക് ഡ്രിൽ നടത്താൻ പോകുന്നത്. ശത്രു രാജ്യം വ്യോമാക്രമണം നടത്തുകയാണെങ്കിൽ ആ വിവരം ആദ്യം ലഭിക്കുക വ്യോമസേനയ്ക്കായിരിക്കും. വ്യോമസേനയാണ് പിന്നീട് വിവിധ ഇടങ്ങളിലെ കൺട്രോൾ റൂമുകളിലേക്ക് സന്ദേശം നൽകുക. ഇതിനായി ഇന്ത്യൻ വ്യോമസേനയുമായിട്ടുള്ള ഹോട്ട്ലൈൻ ബന്ധം, റേഡിയോ ആശയവിനിമയ ബന്ധം തുടങ്ങിയവയും മോക്ക് ഡ്രിൽ സമയത്ത് പരിശോധിക്കും. യുദ്ധമുണ്ടായാൽ എയർ അറ്റാക്കിന് ജനങ്ങളെ ജാഗരൂകരാക്കാൻ എയർ റെയ്ഡ് വാണിംഗ് സംവിധാനം നടപ്പിലാക്കും. മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായി നാളെ 4 മണിക്കായിരിക്കും എയർ റെയ്ഡ് വാണിംഗ് വരാൻ പോവുക. ആദ്യം വിവിധ കേന്ദ്രങ്ങളിൽ സൈറൻ മുഴക്കും. ഇതുവഴി സിവിൽ ഡിഫൻസ് സംവിധാനം സജ്ജമാക്കാനാണ് മോക്ക് ഡ്രില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. ആശയവിനിമയം നടത്താൻ ഹാം റേഡിയോയുടെയും മാധ്യമങ്ങളുടെയും സഹായം തേടും. തുടർന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. കേരളത്തിൽ ഏറെ നാളുകൾക്കുള്ളിൽ ആദ്യമായിട്ടാണ് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തുന്നത്. സിവിൽ ഡിഫൻസിൻ്റെ കൺട്രോളിംഗ് ഓഫീസർ ജില്ലാ കളക്ടർമാരും നോഡൽ ഓഫീസർ ജില്ലാ ഫയർ ഓഫീസറുമായിരിക്കും. ഇവർ രണ്ടുപേരുമായിരിക്കും ഇതിൻ്റെ കൺട്രോൾ. ഇവർ രണ്ടുപേരുമായിരിക്കും സംസ്ഥാനത്ത് മോക്ക് ഡ്രിൽ നടത്താൻ പോകുന്നത്. സംസ്ഥാനത്ത് എറണാകുളം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലുമാണ് ഇപ്പോൾ മോക്ക് ഡ്രിൽ നടത്താൻ പോകുന്നത്. മാത്രമല്ല, കൺട്രോൾ റൂമുകളുടെയും ഷാഡോ റൂമുകളുടെയും പ്രവർത്തനം പരിശോധിക്കൽ, ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടായാൽ സംരക്ഷണം ഒരുക്കുന്നതിനുള്ള രീതികളെക്കുറിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സാധാരണക്കാർക്ക് പരിശീലനം നൽകൽ തുടങ്ങിയവയും മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായി നടത്തും. നടപടികളുടെ ഭാഗമായി സിവിൽ ഡിഫൻസ് സംവിധാനമായ അഗ്നിരക്ഷാ സേനയുടെ പ്രവർത്തനങ്ങളും ഈ ഘട്ടത്തിൽ പരിശോധിക്കപ്പെടും. മാത്രമല്ല, പൗരന്മാരെ ഒഴിപ്പിക്കേണ്ടി വന്നാൽ അതിൻ്റെ തയ്യാറെടുപ്പും മോക്ക് ഡ്രിൽ സമയത്ത് വിലയിരുത്തപ്പെടും. ഓഫീസുകളിലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ മുകൾ നിലയിൽ നിൽക്കാതെ താഴത്തെ നിലയിലേക്കോ
താഴത്തെ പാർക്കിങ്ങിലൊക്കെ മാറണം. മാത്രമല്ല വലിയ കെട്ടിടങ്ങളുടെ മുകളിൽ നിൽക്കാതെ ബേസ്മെൻറ്റ് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സംരക്ഷിത സ്ഥാനങ്ങളിലേക്കാണ് മാറേണ്ടത്. പാർക്ക് പോലുള്ള പൊതുവിടങ്ങളിൽ കുണ്ടും ചേർന്ന് നിൽക്കാൻ പാടില്ല എന്നും മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. മാത്രമല്ല ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ യുദ്ധത്തിന് അതേപോലെ മോക്ക് ചെയ്യുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ യുദ്ധത്തിൻ്റെ സമയത്തുണ്ടാകുന്ന പോലെ വൈദ്യുതി വിച്ഛേദിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല പുതിയ കാലഘട്ടത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് സേവനങ്ങളും വിച്ഛേദിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. നാളെ അതിൻ്റെ ഭാഗമായിട്ട് മോക്ക് ഡ്രിൽ നടക്കുന്നതുകൊണ്ട് തന്നെ നാളെ വൈദ്യുതി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യുദ്ധസമയത്ത് പൗരന്മാർ നേരിടേണ്ടി വന്നേക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് പരീക്ഷിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റും ഇലക്ട്രിസിറ്റിയും കട്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്രയുമാണ് മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായിട്ട് നടത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായ കാര്യമാണ്. രാജ്യം എങ്ങോട്ടാണ് പോകുന്നതിനുള്ളൊരു സൂചനയാണെന്ന് വേണമെങ്കിൽ കൂട്ടിച്ചേർത്ത് പറയാം. പക്ഷേ എന്നാൽ പോലും വളരെ സുപ്രധാനമാണ്. ജനങ്ങൾ കാര്യമായിട്ട് പരിഗണിക്കേണ്ട കാര്യം കൂടിയാണ് മോക്ക് ഡ്രിൽ.